ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഡയമണ്ട് കപ്പിൾസിന്റെ അടുത്തൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുതിയൊരു കൺസെപ്റ്റ് ആണ്. നമ്മുടെ പഴയ ഇപ്പോഴത്തെ ഫോട്ടോസ് എല്ലാവരും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ആയിട്ട് നമ്മൾ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ ഉണ്ടാവും. നിങ്ങൾ ആരും കാണാതെ ഒളിപ്പിച്ചു വെച്ച കുറച്ച് പഴയ കാല ഫോട്ടോസ് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. കുറച്ച് തഗ് ഫോട്ടോസ്. അതിന് റിയാക്ട് ചെയ്യാനാണ് ഇന്ന് വന്നിരിക്കുന്നത്. എന്റെ ഫോട്ടോസ് ഞാൻ റിയാക്ട് ചെയ്യും, എന്റെ ഫോട്ടോസ് ഞാൻ റിയാക്ട് ചെയ്യും. വലുതായിട്ട് റിയാക്ട് ഒന്നും ചെയ്യില്ല. ഒരുപാട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഞ്ഞിട്ടില്ല വൈകിട്ട്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ഞെക്കുക. അപ്പൊ നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനലിൽ ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അപ്പൊ നമ്മുടെ വീഡിയോ നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരോടും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. ഗൈസ്, കോവിഡ് ഇഷ്യൂസ് ഒക്കെ കൂടി വരികയാണ്. ഡേ ഓരോ നിങ്ങളെല്ലാവരും ഏതൊക്കെ ഡിസ്ട്രിക്റ്റിൽ ഇരുന്ന് കാണുന്ന ഏതൊക്കെ സ്റ്റേറ്റിലാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എവിടെയാണെന്നെങ്കിലും സേഫ് ആയിട്ട് ഇരിക്കുക. മാക്സിമം എല്ലാവരും മാസ്ക് യൂസ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ സാനിറ്റൈസ് ചെയ്യുക. പിന്നെ അനാവശ്യ കാര്യങ്ങളൊക്കെ പുറത്തിറങ്ങാതിരിക്കുക. പിന്നെ ഗവൺമെന്റ് തരുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ പാലിച്ചിട്ട് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് ചെയ്യുക. അപ്പൊ എല്ലാവരും സേഫ് ആയിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോക്ക് പോവാം ഗൈസ്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഏത് ഫോട്ടോ ആണ് നോക്കാൻ പോണേ? നിന്റെ ഒരുപാട് സൈലന്റ് ആയിരിക്കുന്നത് ചോദിക്കില്ല. അടുത്ത കമന്റ് ഇവിടെ സൈലന്റ് ആയിരിക്കുന്ന സൈലന്റ് ആയിരിക്കുന്നത് എല്ലാരും കൂടി നെഗറ്റീവ് അടിച്ച് സൈലന്റ് ആയി കേട്ടോ. നമുക്ക് ആദ്യം പോയി കുറച്ച് ഫോട്ടോസ് കണ്ടിട്ട് വരാം ഗൈസിന്റെ. കുറച്ച് പഴയതാണ് ഗൈസ്. വളരെ ചെറുപ്പത്തിൽ കുഞ്ഞുകുട്ടിയായിട്ടുള്ള ഫോട്ടോസ് ഒന്നുമല്ല. ഒരു 10ാം ക്ലാസ് മുമ്പുള്ള ഫോട്ടോസ് തൊട്ട് ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ് തൊട്ടുള്ള ഫോട്ടോസ് ഇല്ല. ഭയങ്കര തഗ്ഗാണ്. തഗ് കളിയാക്കി കൊല്ലരുത് പ്ലീസ്. ഇതിന് വെച്ച് ട്രോളൊന്നും നടക്കണ്ട പ്ലീസ്. ഫോട്ടോയിലേക്ക് പോവാ. ഫോട്ടോ 1, ഫോട്ടോ 2, ഫോട്ടോ 3, ഫോട്ടോ 4, ഫോട്ടോ 5. മതി. ഫോട്ടോ 6 മതി. ഫോട്ടോ മതിയാകും. ഫോട്ടോ 7, 8 മതി. ഞാൻ പറഞ്ഞു ഗൈസ്. ആദ്യത്തെ ഫോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ് എന്താന്ന് വെച്ചാൽ പറഞ്ഞുതരാം ഗൈസ്. ഈ ഫോട്ടോ ആക്ച്വലി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ 8ാം ക്ലാസ് 9ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഫേസ്ബുക്ക് ഒക്കെ ആദ്യമായിട്ട് ഇറങ്ങിയ സമയം. അപ്പൊ ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള വിജയ എന്ന് പറഞ്ഞൊരു പയ്യൻ കൂടി ഉണ്ടായി. അപ്പോൾ അവരൊരു ഫേസ്ബുക്ക് അക്കൗണ്ട് തുടങ്ങി കൊടുക്കണം പറഞ്ഞു. എനിക്കന്ന് വലിയ കൂടിയൊന്നുമില്ല, ചെറുതായിട്ടൊക്കെ അങ്ങനെ ഫേസ്ബുക്ക് അക്കൗണ്ട് തുടങ്ങിയിട്ട് 2 വീട് അങ്ങോട്ട് എടുത്ത ഫോട്ടോ ആണ് ഇത്. ലാവന്റെ കുട്ടി ഫോണ്, പണ്ടത്തെ ആ ഫോണിൽ എടുത്ത ഫോട്ടോ ആണ് അത്. അത് ഫോട്ടോ 2 തൊട്ടുള്ളതാണ് അത്. അതെന്റെ അമ്മമ്മ വിഷുവിന് വൈകിട്ട് എനിക്ക് കഴിഞ്ഞിട്ട് പൈസയും പിന്നെ അമ്മമ്മ കുറച്ച് പൈസ ചേർത്ത് കിടക്കുന്നതാണ് വാശി വെച്ച് വാങ്ങിച്ചത്. C201 നോക്കിയ പണ്ട് യൂസ് ചെയ്ത ആദ്യത്തെ ഫോൺ. 3, 4, 5 ഒക്കെ ഏകദേശം ആയിട്ടില്ല. പക്ഷെ 6 ഒരു ലക്ഷം ലേശം മുട്ടയൊക്കെ വളർത്തിട്ട് എവിടെ കൂടെ ഇങ്ങനെ കിട്ടിട്ട് ആട്ടുകൊറ്റിന്റെ തടി മതി ഇവിടെ ഇത്തിരി മുടിയൊക്കെ ഫ്രണ്ടിലേക്ക് ഞാൻ കോയമ്പത്തൂര് ഇലക്ട്രോണിക്സ് ഷോപ്പിൽ വർക്കിന് പോയിട്ടായിരുന്നു. അന്ന് ഈ വടിയൊക്കെ അന്ന് ഞാൻ വലിക്കില്ല, എനിക്ക് മുടിക്കൊന്നുമില്ല. ഭയങ്കര ചെറിയ കുട്ടികളൊക്കെ വലിക്കൂ. അന്ന് കഴിച്ച അന്നും അതേപോലെ മുടിയൊക്കെ പോലെ തന്നെയാണ്. പിന്നെ അടുത്ത ഫോട്ടോ എന്ന് പറഞ്ഞാൽ കുറച്ച് വെയിൽ കൊണ്ടെടുക്കണം. അന്ന് ഭയങ്കരമായി നമ്മൾ ഇതൊക്കെ നമ്മുടെ ഒടുവങ്ങാട് മഹേഷേട്ടന്റെ കല്യാണത്തിനെടുത്ത ഫോട്ടോകളൊക്കെ ഇത് ആരെടുത്തതെന്നറിയോ? കുഞ്ചുട്ടിയോ വിഷ്ണു ആരോരാളാണ് എടുത്തത് ഫോട്ടോ. ഈ ഷർട്ട് ഗൈസ് XL വാങ്ങിച്ചിട്ട് വന്നിട്ട് അത് മാറ്റി XXL ആക്കിയതാണ് ഗൈസ്. ഇതാണ് മാസ് ഫോട്ടോ കൂളിംഗ് ഗ്ലാസ്. ഈ ഷർട്ട് ഒരു കാലം കുറച്ച് കഴിഞ്ഞ സ്നേഹിക്കുന്ന സമയത്തൊക്കെ ഈ ഷർട്ട് ഇട്ടിട്ട്
ഞാൻ കണ്ടിട്ടുണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വീറ്റാറിന്റെ കല്യാണത്തിന് തൊട്ടടുത്ത വീട്ടിലൊരു ചേട്ടൻ കല്യാണത്തിന് എടുത്താണ്. ഭയങ്കര ഇഷ്ടപ്പെട്ട എടുത്ത ഷർട്ടാണ് ഗൈസ്. എന്തായാലും 10 ആ ആളാണ് ഇത്. ഇത്രയും പറയില്ലേ, ഇനി ഇവളുടെ കുറച്ച് ഫോട്ടോസ് കണ്ടുവരും ഗൈസ്. എന്നിട്ട് എന്നെ കണ്ടാൽ മതി. ബാ എടുക്ക്, അത് നിന്റെ എടുക്ക്. ഇപ്പത്തി വാടി. ഫോട്ടോ 1, ഫോട്ടോ 2, ഫോട്ടോ 3, ഫോട്ടോ 4, ഫോട്ടോ 5, ഫോട്ടോ 6, ഫോട്ടോ 7, ഫോട്ടോ 8, ഫോട്ടോ 9, എന്താ പോലും ഫോട്ടോ 10. ഏട്ടന്റെ ചെറുപ്പത്തിലെ കൊറേ ചെറുപ്പത്തിലെ ഫോട്ടോസ് ഒക്കെ ഉണ്ട്. അന്ന് കൊറേ കണ്ടിട്ടുണ്ട്. പക്ഷെ ചെറുപ്പത്തിലൊന്നും അധികം ഫോട്ടോ എടുത്തിട്ടില്ല. എന്റെ വളരെ ചെറിയ ഫോട്ടോ ഒക്കെ ഉണ്ട്. ആ ഏട്ടൻ 2 കാവക്കുതി പെൺകുട്ടികളെ പോലെ വളർത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാരും പറയും പെൺകുട്ടിയാണ്. എന്റെ അമ്മ ഇങ്ങനെ ഭയങ്കര ഇഷ്ടം കേസ്. അതുകൊണ്ട് എന്റെ ഫസ്റ്റത്തെ ഫോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫോട്ടോ ഞാനൊന്ന് നോക്കട്ടെ സൂം ചെയ്തിട്ട്. അത് അന്നേ കുട്ടിയുണ്ട് എനിക്ക്. കുട്ടിയുള്ളതല്ല, ഇത് അമ്മയുടെ അനിയന്റെ മോനാണ്, ഏറ്റവും ചെറുത്. അവൻ ഇപ്പൊ ഒരു 4 വയസ്സ് ഉണ്ടായ സമയത്തുള്ള ഫോട്ടോ ആണ്. എത്ര ക്ലാസ്സിൽ ഞാൻ പഠിക്കുന്ന എനിക്ക് ഓർമ്മയില്ല. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. 9ാം ക്ലാസ് പഠിക്കുമ്പോ ഗൈസ്. അപ്പൊ വലിയ വർഷം എത്ര വർഷം? 5-6 വർഷം. ഇത് എന്നാന്നറിയോ, ഇത് കൊറേ നാളും ഒരു ഈ ഫോട്ടോ വലിയ വന്നാണെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ജൂൺ ജൂലൈ ആഗസ്റ്റ് അല്ല ജൂലൈ രണ്ടാമത്തെ ഫോട്ടോ. അതിന്റെ അടുത്തൊരു ആളെ വേറെ കുട്ടി കൂടി ഉണ്ടായിരുന്നു. ഞാനത് കട്ട് ചെയ്ത് ക്രോപ്പ് ചെയ്ത് കാണാൻ ഗൈസ്. നിങ്ങൾ നനച്ചിരുമ്പോ അമ്മയുടെ അനിയന്റെ മോനാണ് കൂടെ. ഞാൻ അടുത്തത് സ്നേഹിക്കാൻ തുടങ്ങി ഫസ്റ്റ് വർഷം, ആദ്യത്തെ വർഷം ഞാനും ഏട്ടനും കൂടെ മലമ്പുഴയിൽ പോയി എടുത്ത ഫോട്ടോയാണ്. അത് അടിപൊളി ഒരുപാട് പിക്ചർ എടുത്തില്ല. ഞാൻ കപ്പിൾസിന്റെ ഫോട്ടോസ് ഞങ്ങൾ കാണിച്ചിട്ടാ കുറച്ച്. അപ്പൊ ആ ടൈമിൽ എനിക്ക് മനസ്സിലാവും. ഇത് വേണ്ടപ്പം എവിടെയോ കോട്ടയിൽ പോയപ്പോ ഞാൻ തൃശ്ശൂര്, അതായത് ഫസ്റ്റ് ഡ്രസ് ഇട്ടില്ലേ, അത് ഞാൻ തൃശ്ശൂര് പോണതിന് മുമ്പ് ഏട്ടന്റെ കോട്ടയം കൊണ്ടുപോയിട്ട് അവിടെ മേലെ ബസ് ചെയ്തിട്ടോ. പിന്നെ ഈ ഫോട്ടോ 4ാമത്തെ ഫോട്ടോ വന്നിട്ട് അത് കോട്ടയിൽ പോയിട്ട് ഇത് 5ാമത്തെ എന്റെ കൂടെ അല്ലേ ഗൈസ്? ഞാൻ പറയാം 5ാമത്തെ ഫോട്ടോ. 5ാമത്തെ ലോക്ക്ഡൌൺ സമയം നമ്മുടെ ഫസ്റ്റ് അത് കണ്ടാൽ തന്നെ അറിയുന്നത് ഒരു പഴയകാല ചിത്രത്തിലേക്ക് ഇങ്ങനെ ചെയ്യും മാറ്റി. അല്ല, അത് ലോക്ക്ഡൌൺ സമയത്ത് ഞാനും എന്റെ 2 ചേച്ചിമാരും കൂടെ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കും. ഞാനും 2 ചേച്ചിമാരും കൂടിയിട്ട് ഇങ്ങനെ ലോക്ക്ഡൌൺ ആയ സമയത്ത് കുറച്ച് നമ്മൾ സാധനങ്ങളൊക്കെ കൊടുക്കാൻ പോകില്ലേ ഈ ക്യാമ്പിലേക്കൊക്കെ. അങ്ങനെ ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ വാങ്ങി കൊടുക്കാൻ പോയപ്പോ ഞങ്ങൾ കോട്ടയം പോയി. അപ്പൊ ഞങ്ങള് എടുത്തതാണ് ഫോട്ടോ 6. ഇതെന്റെ എത്രാമത്തെ ബർത്ത്ഡേ? 16ാമത്തെ ബർത്ത്ഡേ ആണ്. അതിന് എക്സാം ആണ്. എക്സാം ആണ്. അവ സ്കൂളിൽ പോവാ. സ്കൂളിൽ പോണ സമയത്ത് എന്താ പറയാ, അല്ല ഞാൻ +1 പഠിക്കുമ്പോ അപ്പത്തന്നെ അനിയന് എക്സാം നടക്കാം. അവൻ സ്കൂളിൽ പോകുന്ന നേരത്ത് അന്ന് തുണിക്കാരൻ വരും ഞങ്ങളുടെ അവിടെ. അവിടുന്ന് അമ്മ എനിക്കൊരു ഡ്രസ് എടുത്തതാണ്. അച്ഛനും അനിയന്റെ ഇടയിൽ ഫോട്ടോ അത് വെറുതെ രസത്തിന് എടുത്തതാണ്. പള്ളിയിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് എടുത്ത ഫോട്ടോ ആണ്. ചെറിയ കുട്ടീനെ പോലെ അച്ഛൻ വണ്ടി എടുത്തിട്ട് ചെറിയ കുട്ടി തന്നെയാണ്. ഇപ്പോഴും ചെറിയ കുട്ടി തന്നെയാണ്. അന്നത്തെ ഫോട്ടോ ആണ്. വെറുതെ അന്ന് യൂക്കാൻ പെർഫെക്റ്റ് ഒരു വീക്ക്നെസ് ആയിരുന്നു. എല്ലാവരും വീക്ക്നെസ് അല്ലേ ഇത് ഞാന് 8ാം ക്ലാസ് 8ാം ക്ലാസ് പഠിക്കുമ്പോ 8ലാണ് ഒന്നാ. ഇത് ഞാൻ 8ാം ക്ലാസ് പഠിക്കുമ്പോ 8ലോ 9ലോ കറക്റ്റായിട്ട് ഓർമ്മയില്ല. ഞായറാഴ്ച പള്ളിയിൽ പോകുന്ന നേരത്തെ അനിയന്റെ എടുത്ത ഫോട്ടോ ആണ്. പിന്നെ ഇത് അന്ന് തന്നെ അവര് വന്നപ്പോ ഇത് അവനാണ് ഏറ്റവും ചെറുത്. ലേറ്റസ്റ്റ് അല്ല, ഒരു വർഷം ഉണ്ടോ? അങ്ങനെ ഫോട്ടോ എന്റെ ഫോട്ടോ ആലപ്പുഴ.
അങ്ങനെയൊന്നുമില്ല ഏട്ടൻ. പക്ഷെ ഏട്ടന് നല്ല വ്യത്യാസമുണ്ട്, എനിക്ക് വലിയ മാറ്റങ്ങളൊന്നും ഇല്ല. എനിക്ക് നല്ല മാറ്റമുണ്ട്. കാരണം എന്റെ ചെറുപ്പത്തിൽ സത്യം പറഞ്ഞിട്ടുള്ള ഞങ്ങൾ സ്നേഹിക്കുന്ന സമയത്ത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഫോട്ടോ നീ എന്നെ മാസം മാസം ആളെ മാറ്റമുള്ളൂ. കാരണം ഏട്ടന്റെ ഷേപ്പ് ഇടയ്ക്കിടയ്ക്ക് മാറി. എന്നതും ഒത്ര പേര് ചോദിച്ചിട്ടുണ്ട്. മാസം മാസം ആളെ വരുന്നത് വേറെ ആളുതാ. ഇത് പെട്ടെന്ന് ഷേപ്പ് മാറും. നടക്കും, പിന്നെ കുറച്ച് താടി ചെയ്ത് നടക്കും. പിന്നെ അങ്ങനെയല്ല, അത് മാത്രല്ല ആ ഫോട്ടോസ് കാണിച്ചാൽ അവർക്കത് കാണിച്ചു കൊടുക്കാം. നമുക്ക് നിങ്ങൾ നേരെ പോയിട്ട് എന്റെ ബാക്കി ഫോട്ടോസ് കാണാം ഗൈസ്. നമ്മൾ 10 ഫോട്ടോ വരെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ കേബിളിന്റെ അടുത്തേക്ക് വന്നില്ലേ ഗൈസ്? നോക്കോ, ഇതാണ് ഗൈസ് ഞാൻ +2 പഠിക്കുമ്പോൾ പോലെ. ഫോട്ടോ 12, ഫോട്ടോ 13, ഫോട്ടോ 15. അവിടെ യൂണിവേഴ്സിറ്റിയിലുള്ളപ്പോ ഫോട്ടോ ഗൈസ് അങ്ങനെ പറയണി. 18, 19, 20 മതി ഗൈസ്. എന്റെ ഫോട്ടോസ് നിങ്ങളെ കണ്ടില്ലേ ഗൈസ്? എങ്ങനെയാണ് ഉഷാറാണ്. അന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ക്യാമറ, ഫോട്ടോഷൂട്ട് ഇതൊക്കെ പറഞ്ഞ ഹരമാണ് ഗൈസ്. അപ്പൊ ഇങ്ങനെ പിള്ളേരെ കൂടെ അതിന് മെയിനായിട്ട് ചുക്കാൻ പിടിച്ചത് ബാസി, പിന്നെ അങ്ങനെ അക്ഷയ്, അങ്ങനെ കുറെ പിള്ളേർ നമ്മുടെ പിള്ളേരെ കൂടെ ഇതൊക്കെ തന്നെയായിരുന്നു പണി. പിന്നെ +2 ഒരു അത് കാരണം ഒരു 10th +2 ആ ഒരു ടൈമിലെ ഫോട്ടോസാണ് ഇതൊക്കെ ഗൈസ്. ഒരു 10th +1 +2 ആ ഒരു ടൈമിലെ ഫോട്ടോസാണ് ഇത്. ഇതൊക്കെയാണ് ഗൈസ് എന്റെ ചെറുപ്പത്തിലെ ഫോട്ടോസ്. എന്റെ ചെറുപ്പത്തിലെ ഫോട്ടോസ് മീൻസ് തഗ്ഗായിട്ടുള്ള ഫോട്ടോസ്. ഇനി പിന്നെ പിന്നെ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. പിന്നെ നിങ്ങളുടെ ആധാർ കാർഡിലെ ഫോട്ടോ കാണിച്ചു തരാൻ പറയും. ആധാർ കാർഡ് വേണ്ട ഗൈസ്. ആധാർ കാർഡ് ഞാൻ സെപ്പറേറ്റ് ഒരു എപ്പിസോഡ് കണ്ടുവരും. ഇവളുടെ ആധാർ കാർഡ് ഉണ്ടല്ലോ ഗൈസ്. പുതുക്കി ഗൈസ്, ഇവള് ചതിച്ചാണ് ഗൈസ്. നമുക്ക് ഒരു മിനിറ്റ്, എന്റെ ഫോട്ടോ എത്ര തരം കണ്ടില്ലേ? ഇനി ഇവളുടെ ബാക്കി കാണിച്ചു തരാടാ. ഫോട്ടോ 11, 12 വരട്ടെ വരട്ടെ. ഇതൊക്കെ എന്താ കേട്ടോട്ടല്ലേ? പക്ഷേ ഗൈസ് ആരും ഇനി കത്തിക്കൽ കഴിഞ്ഞു ഗൈസ്. അവളുടെ മോഡലിംഗ് കഴിഞ്ഞു ഗൈസ്. ആരും വീണ്ടും വീണ്ടും ഡെവലപ്പായി. പഴയ ഫോട്ടോന്നൊക്കെ മാറി ഗൈസ്. ഇവളുടെ ഫോട്ടോ കണ്ടിട്ട് എനിക്ക് തോന്നിയെന്ന് അറിയാനോ? ഓക്കെ വാ നോക്കാനോ? എനിക്ക് നിന്റെ ഫോട്ടോ കണ്ടെന്ന് തോന്നിയോ? സമയമായിട്ട് വലിയ മാറ്റമൊന്നുമില്ല ഗൈസ്. കുറച്ച് നിറം വെച്ചു എന്നല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് വലിയ മാറ്റം. അതല്ലാണ്ട് വേറെ ഒരു മാറ്റമില്ല ഗൈസ്. കറക്റ്റ് ആണ്. കുറച്ച് തടി വെച്ചിട്ടുണ്ട് ഗൈസ്. അതിപ്പോ പ്രഗ്നൻസി ഒക്കെ ഗൈസ്, അതുകൊണ്ടായിരിക്കും. പക്ഷെ കുറച്ച് തടി വെച്ചു, അത്രയും തന്നെ. എനിക്ക് വല്ല പ്രത്യേകിച്ച് ഒരു മാറ്റം എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷെ എന്റെ മാറ്റം ഒരുപാട്, എന്റെ സ്വഭാവത്തിൽ മാറ്റമുണ്ട്, ഇതിലും മാറ്റമുണ്ട്. എന്റെ മാറ്റം ഒരുപാട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇവളുടെ സ്വഭാവം ഒന്നും മാറില്ല ഗൈസ്. ഇവൾ പാവം. ഇവൾക്ക് ഇവള് പറയും ഞാൻ എപ്പോഴും ഇങ്ങനെ എടുക്കുക ഗൈസ് സെൽഫി. അപ്പൊ നമ്മളൊക്കെ സെൽഫി എടുക്കുക, ഇങ്ങനെയല്ലേ എടുക്കുക. സെൽഫി എടുക്കുന്നത് ഇങ്ങനെ. കുറച്ച് ഫോട്ടോസ് കൂടി ഉണ്ട്. ഇതിപ്പോ ഞങ്ങളെ എവിടം വരെ ഞാൻ വർക്ക് ചെയ്യുന്നവരെ ഏട്ടനും ബിസിനസ് സ്റ്റാർട്ട് ചെയ്തില്ല. പഠിക്കുന്ന കാലഘട്ടത്തിലെ ഫോട്ടോസ് ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ട് വർക്കിന് കേറിയ ആ സമയത്തെ ഫോട്ടോസാണ് ഇത്രയും നേരം നമ്മൾ കണ്ടത്. ഇത് നമ്മുടെ ഞങ്ങൾ രണ്ടാളും ഇഷ്ടക്കായി കഴിഞ്ഞിട്ട് നമ്മൾ കുറെ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. അതിനു മുമ്പ് നിങ്ങളൊരു കാര്യം ചെയ്യാം. നമ്മുടെ ഞങ്ങൾ സ്നേഹിക്കുന്ന സമയത്ത് ഞങ്ങൾ എങ്ങനെയായിരുന്നു എന്നുള്ള ഫോട്ടോസ് ഉണ്ട്. കുറെ ടിക്ടോക്ക് വീഡിയോസ് ഒക്കെ ഉണ്ട് ഗൈസ്. നിങ്ങൾ അതിൽ കണ്ടുവാ. നമുക്ക് ആദ്യം വീഡിയോസ് ഉണ്ട്, ആദ്യം ഫോട്ടോസ് കാണിച്ചു കൊടുക്കാം ഗൈസ്. ഇതിൽ ഞാൻ ഫോട്ടോ നമ്പർ ഒന്നും ഡിസ്ക്രൈബ് ഒന്നും ചെയ്യുന്നില്ല ഗൈസ്. ആദ്യം തന്നെ ഒരു ഫോട്ടോ കാണിച്ചു തരാം. ഈ ഫോട്ടോ വന്നിട്ട് ഞങ്ങള് ഏകദേശം കുറച്ച് ആദ്യമായിട്ട് ചെയ്തൊരു ടിക്ടോക്ക് ആയിരുന്നു ഇത്. അത് ചെയ്തിട്ട് ഞങ്ങൾ ആദ്യമായിട്ട് വൈറലായ ഫോട്ടോ ആണ്. ആദ്യമായിട്ട് വൈറലായ ഫോട്ടോ ആണ് ഇത്. പിന്നെ അടുത്ത ഫോട്ടോ ഇത് വന്നിട്ട് ഗൈസ് ഞങ്ങൾ ഫുൾ അറിയാലോ, സ്നേഹിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് കറങ്ങാൻ പോകും, പിന്നെ വെറുതെ ഞങ്ങളൂടെ പോകും. അപ്പൊ ഞങ്ങൾ മലമ്പുഴ പോയിട്ട് എടുത്ത ഫോട്ടോ ഉണ്ട് ഗൈസ്. അത് അതിന് മലമ്പുഴയിൽ സീ വ്യൂ പോയിന്റ് ഉണ്ട്. അന്ന് കുറെ ആദ്യമായിട്ടൊന്നും അവിടെ കുറെ പേര് ആരും കയറി വിടാറുന്നില്ല. പിന്നെ ഞങ്ങൾ പോയി ഞങ്ങൾ ഇങ്ങനെയൊക്കെ ഇരുന്നു, അടിപൊളിയായിരുന്നു ഗൈസ്.
പിന്നെ guys ഇതും മലമ്പുഴയിൽ തന്നെയാണ് ഇതൊക്കെ guys. ഞങ്ങള് ലവ് സ്റ്റാർട്ട് ഫസ്റ്റ് ടൈം ഭയങ്കരമായിട്ട് അഡിക്റ്റ് ആയിട്ട് ഞാൻ 6 മാസം സമയം ആദ്യത്തെ 6 മാസം ആ സമയത്തുള്ള ഫോട്ടോസ് ആണ് guys ഇത്. കഴിഞ്ഞപ്പോഴാണ് വീട്ടിൽ പിടിച്ചത്. പിന്നെ guys ഇത് നമ്മളിവിടെ വാടിക്കുന്ന എടുത്ത ഫോട്ടോ ഗോകുലേട്ടനുണ്ടായിരുന്നു നമ്മുടെ ഈ ദിവസം ഇവിടെ ഒരു പാട്ട് പാടി തന്നിട്ടുണ്ട് ഗൈസ്. അതിന്റെ ടിക്ടോക്ക് വീഡിയോ ഉണ്ട് തോന്നുന്നു ഗൈസ്. ഞാൻ കാണിച്ചു. അതല്ല ഈ ഫോട്ടോ എന്ന് വെച്ചാൽ ഞങ്ങൾ ഇതുപോലെ ബ്രേക്കപ്പ് ആവാൻ വേണ്ടിട്ടൊന്നും വഴക്കൊക്കെ ഉണ്ടാക്കിട്ടിരിക്കുന്ന സമയം എന്റെ ഫോണൊക്കെ പൊട്ടി എന്നിട്ട് ഞങ്ങള് വാടിയ എടുത്ത ഫോട്ടോ ഉണ്ട്. എന്റെ പല്ലില് കമ്പി ഇടാൻ വേണ്ടിട്ട് ഫസ്റ്റ് ടൈം ജില്ലാ സ്ത്രീ കാണിക്കാൻ പോയി ടോക്കൺ എടുത്തു. ഫുള്ള് ക്യൂ തിരക്ക്. ഡോക്ടർ ഹെരായിട്ട് പറഞ്ഞു ശരി ഇന്ന് എടുക്കണം വേണ്ട അവർക്ക് തിരിച്ചു പോയിട്ട് സിനിമയ്ക്ക് വേണ്ടി മുമ്പ് വെയിറ്റ് ചെയ്ത് നിന്ന സമയമാണ് ചായ കുടിക്കാൻ വേണ്ടി പോയത്. ചായ കുടിച്ചിട്ട് സിനിമയ്ക്ക് ചായ കുടിച്ചിട്ട് സിനിമയ്ക്ക് പോയത്. സുശേഷം പെയിന്റ് അടിക്കാറുണ്ട് അല്ലേ ആ സിനിമയുടെ പേര് ആ സിനിമയാണ് പേര് ഓർമ്മയില്ല. പിന്നെ അടുത്ത ഫോട്ടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഇതുപോലെ സുഭാഷിന്റെ വീട്ടിലായിരുന്നു കഴിച്ചത്. അതുപോലെ കാണാൻ വേണ്ടി ഞങ്ങൾ പോയത്. ക്ലാസ് കഴിഞ്ഞിട്ട് അങ്ങനെ ഡിഗ്രി പഠിക്കുന്നത് ക്ലാസ് കഴിഞ്ഞിട്ട് അന്ന് വഴക്കിട്ടു. ഞാൻ സുഭാഷേട്ട സുഭാഷേട്ടാ വന്നു എന്നിട്ട് അന്ന് ഏട്ടൻ അല്ലല്ല അന്ന് പല്ല് ടൈറ്റ് ചെയ്യാൻ പോയി. ഞാൻ പറഞ്ഞ പല്ല് ടൈറ്റ് ചെയ്ത് വന്ന സമയത്ത് പല്ല് പറിച്ചു. ഒരു പല്ല് പറിച്ചു. ചോരയൊക്കെ വന്നിട്ട് ആകെ ഇത് ക്രിസ്മസ് സെലിബ്രേഷൻ ഏട്ടൻ വന്നു കഴിഞ്ഞ് ഏട്ടൻ ഡിസംബറിലാണ് വന്നത്. ഡിസംബർ 14-ാം തീയതി ഈ വേരിയേഷനിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഫോട്ടോസ് ഉണ്ട് ഗൈസ്. ഈ ദിവസം എടുത്ത ഫോട്ടോസ് ഇട്ടാ പക്ഷേ കാണിക്കാൻ പറ്റില്ല. ക്രിസ്മസ് ആഘോഷിച്ചു വാടിയില് ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് പേരൊന്നും പറയില്ല അവരെ ഫ്രണ്ട്സും ഏട്ടന്റെ ഫ്രണ്ട്സും ചേട്ടന്റെ ഫ്രണ്ട്സും കൂടി ഞങ്ങളടുത്ത് ഹാഫ് എടുത്ത് കാണാൻ മനസ്സിലാവും. പിന്നെ വന്നിട്ട് ഗായ്സ് ഇത് ഞങ്ങളൊരു എനിക്ക് വയ്യ പനി എന്തോ വേണം. എനിക്ക് ക്ലാസ്സിൽ പോകാൻ എന്തോ വയ്യായിരുന്നു. ആ സമയത്ത് അങ്ങനെ ശരി ക്ലാസ്സിൽ എന്തോ വയ്യാണ്ടായിട്ടെ ശരി മറ്റേ ഞങ്ങൾ ഇതിൽ വന്നിട്ട് ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. ഇതേ ഡ്രസ്സിൽ നീ എനിക്ക് വീഡിയോ എടുത്താറുണ്ട്. ഇവിടെ എന്റെ പഴയ ക്യാമറമാൻ ആണ് ഗൈസ്. ഇനി എനിക്ക് ഇവിടെ കൂടെ ഒന്നും എടുക്കൂല. ഇവിടെ 1-2 ടിക്ടോക്ക് ഒക്കെ എടുക്കുള്ളൂ. പക്ഷെ ഇവിടെ പിന്നെ അടുത്തത് ഇത് രണ്ടുമാണ് ഗൈസ്. ഞങ്ങൾ നെല്ലിയാമ്പതി പോയ സമയത്ത് എടുത്ത ഫോട്ടോ. നൈസായിട്ട് ഗൈസ്. ഇത് അന്ന് ഭയങ്കരമായി എനിക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെട്ട ഒരു ഫോട്ടോ ആണ് ഗൈസ്. ഇതാണ് ഗൈസ്. എനിക്ക് ആ ഷർട്ട് ഇവിടെ എടുക്കുന്ന ഷർട്ടാണ് ഗൈസ്. ഞാൻ മാത്രം ഒന്നും എടുത്തത്. എന്റെ സാമ്പത്തികത്തിന് ഭയങ്കര പ്രശ്നം പോയാ എനിക്ക് 1 മിനിറ്റ് ഗൈസ്. എന്നിട്ട് അന്നെടുത്ത് ഫോട്ടോ അതാണ് ഞങ്ങള് മലമ്പുഴ പോയത്. അത് വെറുതെ മലമ്പുഴ സംസാരിക്കാൻ വേണ്ടിയാണ് ഗൈസ്. ഞങ്ങള് ഇത് വന്നെടുത്ത ഫോട്ടോ തന്നെയാണ് ഗൈസ്. ഈ ഫോട്ടോ ഞങ്ങൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഫോട്ടോ. വന്നിട്ട് ഞങ്ങൾ നല്ല സ്നേഹത്തിലായിരുന്നു. ഒരു പ്രശ്നമില്ല. ഞങ്ങൾ നല്ല രീതിക്ക് പോകുന്ന സമയത്ത് ഇവിടെ പോയത് ഞങ്ങള് വാടിയിൽ പോയത്. അന്ന് അമ്പലത്തിൽ അന്ന് ഞാൻ സ്നേഹിക്കുന്ന സമയത്ത് എന്നോട് അമ്പലത്തിലേക്ക് പോകാൻ പറ്റി. ഒട്ടുകമ്പലൊക്കെ ഇവിടെ ഇട്ട് കഴിച്ചിട്ട് ഇപ്പോഴാണ് കല്യാണത്തിന് തലേദിവസമാണ് ഞാൻ കാതെത്തി. അപ്പൊ അന്നെടുത്ത ഫോട്ടോ ആണ്. ഇതും അന്നെടുത്ത ഫോട്ടോ തന്നെയാണ് ഗൈസ്. പിന്നെ ഈ ഫോട്ടോ ഇത് ഈ ഷർട്ടും ഇവിടെ എടുക്കുന്ന ഷർട്ടാണ് ഗൈസ്. പിന്നെ അടുത്തത് വന്നിട്ട് ഇത് ഗൈസ്. ഞാൻ പറഞ്ഞ ഗൈസ് ഓരോ സമയത്ത് എനിക്ക് ഓരോ ഫേസ് ആണ്. ഇതൊക്കെ കണ്ടിട്ടാണ് ഗൈസ്. കുറച്ച് 1 ഇയർ ആയിട്ടില്ലല്ലേ? ആയിട്ടുണ്ടാവും. എന്റെ ഈ ബുക്ക് കണ്ട ഗൈസ്. ചെറുപാരം ചെക്കനായിരുന്നു ഗൈസ്.
ക്ലീൻ ഷേവ് ആ, ഇവിടെ താടി ഷേവ് വീശിയുള്ളതാണല്ലേ ചെയ്ത് രസം. ഈ താടിയൊക്കെ വലിച്ചിട്ട് ഇരിക്കും. Guys, താൻ വലിച്ചോണ്ടിരിക്കും guys, വലിച്ചിട്ടിരിക്കല്ല. എനിക്ക് നല്ല രസമാണ് മീശൊക്കെ പിച്ചൊക്കെ നല്ല രസമാണ്. പക്ഷെ ക്ലീൻ ഷേവ് ചെയ്യുമ്പോൾ ചെറിയ ചക്കര പണി. ഈ ഫോട്ടോ അതെന്താ guys, എനിക്ക് അസൂയ. കാരണം എന്താ അസൂയ പറയുക, വേണ്ട. ഞാനിങ്ങനെ വായി നോക്കി നടക്കില്ലേ, അടികാരനുമാണ് എന്റെ കുട്ടിക്ക്. ഞാൻ ഫസ്റ്റ് ഇന്റർവ്യൂവിന് പക്ഷെ ഇവളുടെ ഈ ഡ്രസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് guys. ഈ ബ്ലൂ കളർ ഡ്രസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അടുത്തത് ക്രിസ്മസ് എടുത്ത ഫോട്ടോ ആണ് ഗൈസ്. പിന്നെ അടുത്തത് ഇതൊക്കെ പുതിയ ഫോട്ടോസ് ആണ് ഗൈസ്. അതന്നെ ഉള്ളു ഗൈസ്. ഞങ്ങൾ പഴയ ഫോട്ടോസ് പറയും, ഞങ്ങൾ ഇതേ ഉള്ളൂ ഗൈസ്. കപ്പിൾസ് ഫോട്ടോ ലാബിൽ നോക്കുകയാണെങ്കിൽ ഇഷ്ടക്കണക്കിന് ഫോട്ടോ ആണ്. എല്ലാം കൂടെ കാണിക്കാൻ നമ്മളല്ല ഓരോ ഏകദേശം ഫോട്ടോസ് എടുക്കും. അത് ഇപ്പൊ ഒരു കളക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് ഞങ്ങളുടെ ഒരു പെൻഡ്രൈവ് ഫുൾ ആയിട്ടുണ്ട്. 32 GB പെൻഡ്രൈവ് ഫുൾ ആയിട്ട് ഞങ്ങൾ ഫോട്ടോസ് ഉണ്ട്. അതൊക്കെ ഞങ്ങൾക്ക് പ്രിന്റ് എടുത്ത് കഴുകാനൊക്കെ കൊടുക്കണം, സമയമില്ലാത്തതുകൊണ്ടാണ്. പിന്നെ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ അതിന് മുമ്പായിട്ടൊരു കാര്യം പറയാനുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഇപ്പൊ എന്തുള്ളത് കഴിഞ്ഞില്ലേ? ഓ മൈ ഗോഡ് ഗൈസ്, ഒരു മിനിറ്റ് ഗൈസ്, ഞാൻ മറന്നതാണ് ഗൈസ്. പെട്ടെന്ന് ഓടിച്ച് കാണാം. ഇപ്പത്തെ ഫോട്ടോ ഒക്കെ നിങ്ങൾ ഒരുവിധം കണ്ട ഫോട്ടോസ് അപ്പൊ ഗൈസ് ഞങ്ങൾ ഓടിച്ചിട്ട് കാണിച്ചത് ഗൈസ്. ഇതേട്ടൻ ദുബായിൽ ഇരിക്കുമ്പോഴുള്ള ഫോട്ടോ ആണ്. ഇതും അവിടെ ഇരിക്കുമ്പോഴുള്ള ഫോട്ടോ ആണ് ഗൈസ്. ഇതൊക്കെ എനിക്ക് അയച്ചു തരുന്ന ഫോട്ടോ ആണ്. ഇതും ദുബായിൽ ഇരിക്കുന്ന ഫോട്ടോ. ഇതും ദുബായിൽ ഇരിക്കുമ്പോഴുള്ള ഫോട്ടോസ് ആണ്. ഇത് ഞങ്ങള് ഇവിടെ നാട്ടിൽ വന്നിട്ടുള്ള ബിസിനസ് പ്രോഗ്രാമിന്റെയാണ്. പിന്നെ അടുത്തത് ഇത് നമ്മള് ആരാധന ഓഫീസിൽ നിന്നുള്ള ഫോട്ടോ ആണ്. പിന്നെ അടുത്തത് പിന്നെ ഇതൊക്കെ ഫോട്ടോഷൂട്ട്. അതെന്താ പറയുക, എന്റെ ഫോണിച്ചിട്ട് എന്തോ സീരിയസ് ആയിട്ട് ഗൈസ് നമ്മുടെ കൂട്ടുകാരുണ്ട് ഗൈസ്, അടിപൊളി ഫോട്ടോഗ്രാഫറാണ് ആംബ്രോ പറയും. അവിടെ തിരക്കായതുകൊണ്ടാണ് ഗൈസ്. പിന്നെ ഗൈസ് എല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ പ്രശാന്ത് അപ്പു കൊണ്ട് ഒരാൾ നോക്കണം ഗൈസ്. അടിപൊളി ഗൈസ്. അവൻ ഒരുപാട് ഡെഡിക്കേറ്റ് ചെയ്ത് ഒരുപാട് വീഡിയോസ് ഒക്കെ ചെയ്യുന്ന എക്സ്പ്രഷൻ കിങ്ങാണ്. ഒരുപാട് ഡെഡിക്കേറ്റ് ചെയ്ത് എനിക്ക് കുറെ വീഡിയോ ഒക്കെ എടുക്കുന്ന ട്രിക്കൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇതിലൊക്കെ കേട്ടോ, ടിക്ടോക്കിലൊക്കെ. അവൻ ഒരുപാട് ഡെഡിക്കേറ്റ് ചെയ്ത് ചെയ്യുന്നതാണ് ഗൈസ്. പക്ഷെ വേണ്ടത്ര സപ്പോർട്ടും കാര്യങ്ങളൊന്നും ഇല്ല ഗൈസ്. ടിക്ടോക്കിൽ ഉണ്ടായിരുന്നു, പിന്നെ ബാൻ ആയ ശേഷം ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ ചെയ്യാനൊരു താല്പര്യം കുറവാണ്. പക്ഷെ അടിപൊളിയാണ് വീഡിയോസ് ഒക്കെ. ഞങ്ങളെക്കാളും രസമാണ് എക്സ്പ്രഷൻ ഒക്കെ കൂടിയാണ് ഗൈസ്. പിന്നെ ഗൈസ് നമുക്ക് ഫോട്ടോസ് പറഞ്ഞത്, അപ്പൊ ഒരു മിനിറ്റ്, ഞങ്ങളെല്ലാവരും കൂടി പിള്ളേരെ കൂടെ എടുത്ത ഫോട്ടോഷൂട്ട്, ഇതൊക്കെ അതിലെടുത്ത ഫോട്ടോ ഗൈസ്. ഇത് ഞാൻ എടുത്ത സെൽഫിയാണ് ഗൈസ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഗൈസ്, ഇതൊക്കെ പുതിയ ഫോട്ടോസ് ആണ്. ഇനി ഇവളുടെ ഫോട്ടോസ് എന്ന് പറയാൻ ഇതിലെല്ലാം നമ്മളെ ആനിന്റെ കുറച്ച് പുതിയ ഫോട്ടോസ് ആണല്ലേ ഗൈസ്. ആനിന്റെ ഇപ്പോഴത്തെ ട്രാൻസ്ഫോർമേഷൻ പറയുന്നത് നല്ല മാറ്റം ഗൈസ്, ഒരുപാട് മാറ്റം. കുറച്ച് ഇതാണ് ഗൈസ്, റോട്ടിൽ ഇരിക്കുന്നത് ചെരുപ്പ് കുഞ്ഞിന് ആൾക്കാർ ഇരിക്കുന്ന പോലെ ഇരിക്കുന്നുണ്ട് ഗൈസ്. പിന്നെ ഞാനെടുത്ത് കൊടുത്ത ഫോട്ടോ ഗൈസ്. സേവ് ദ ഡേറ്റ് എടുക്കാൻ പോയതല്ലേ? അല്ലല്ലേ? സുബൈറൊക്കെ വന്നിട്ടായിരുന്നു മലപ്പുറത്ത്. അപ്പൊ ആളെ കാണാൻ. പിന്നെ ഗൈസ് പിന്നെ മുട്ടേക്ക് വെട്ടി കഴിച്ചു. എത്ര മുട്ടേന്ന് കഴിച്ചു വെട്ടിക്കളഞ്ഞു അറിയില്ല. ഇതൊക്കെ ഇവിടെ വീട്ടില് ഇതാണ് നമ്മുടെ ഫോട്ടോസ്. എല്ലാവരും വിചാരിക്കും ഫോട്ടോ റിയാക്ഷൻ പറഞ്ഞിട്ട് എന്താ അമ്മമാർ ഇങ്ങനെ ചെയ്യുന്നത് ഗൈസ്. സത്യമാണ് ഞങ്ങൾക്ക് റിയാക്ട് ചെയ്യുന്നത് അറിയില്ല ഗൈസ്. നിങ്ങൾക്ക് നിങ്ങൾ കാണാത്ത കുറെ ഫോട്ടോസ് കണ്ടിട്ടുണ്ടാവും. കാരണം ഈ ഒരു ഫീസിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾ അറിയും. ഞങ്ങൾക്ക് ഒരുപാട് വേണ്ടപ്പെട്ട ആൾക്കാർക്ക് ഞങ്ങളുടെ ഫോട്ടോസ് കാണിച്ചു കൊടുത്തു. പിന്നെ ഒരു കാര്യമുണ്ട് ഗൈസ്, അന്ന് പറഞ്ഞ 50K സെലിബ്രേഷൻ ഒക്കെ ചെയ്ത് വീഡിയോ ചെയ്തത്. പിന്നെ ഞങ്ങൾ ഉദ്ദേശിച്ചു, ഞങ്ങൾ അന്നൊരു കാര്യം പറഞ്ഞായിരുന്നു ഗൈസ്, കുറച്ച് കാശ് ഉണ്ടാവുന്ന സമയത്ത് എവിടെയാണ് കൊല്ലത്തൊരു ഇതിൽ പോവാന്ന് കൊണ്ട് പറഞ്ഞായിരുന്നു ഗൈസ്. ഓൾഡ് ഏജ് ഹോമിൽ പോവാന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ഞങ്ങൾ ആ ഫണ്ട് ഞങ്ങൾ ഇതിനു വേണ്ടി സോഴ്സ് ചെയ്യാൻ മാറ്റി വെച്ചിരിക്കും. അപ്പൊ അതൊക്കെ ഒന്ന് കഴിഞ്ഞ് കോവിഡ് ഇഷ്യൂസ് ഒക്കെ കഴിഞ്ഞിട്ട് നല്ല രീതിക്ക് പോയിട്ട് കാര്യങ്ങൾ ചെറിയ നല്ല രീതിക്ക് ഒരു സെലിബ്രേഷൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് ഞങ്ങൾ ഇങ്ങനെ സ്ഥലം കണ്ടെയ്ൻമെന്റ് സോണാണ്. കുറച്ച് കോവിഡ് ഇഷ്യൂസ് അധികമാണ് ഞങ്ങൾക്ക്. അതുപോലെ തന്നെ
അതുപോലെ തന്നെ ഞങ്ങളുടെ പുതിയ ഷോപ്പിന്റെ ഓപ്പണിംഗ് കാണാൻ വൈകാതെ, പക്ഷെ അതിപ്പോ കോവിഡ് ഇഷ്യൂസ് കാരണം പോസ്റ്റ്പോൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും ആ ഒരു വീഡിയോ ഞങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യും. നമ്മളൊന്നുമില്ല, ഫോട്ടോസ് നിങ്ങളുടെ അടുത്തൊന്ന് ഷെയർ ചെയ്യാൻ പറഞ്ഞു. ഏട്ടൻ നല്ല കുറെ മാറ്റങ്ങളുണ്ട്, പക്ഷെ എനിക്ക് ഒരു വലിയ മാറ്റങ്ങളൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഞാൻ നോക്കണ തന്നെയാണ് എല്ലാവരും പറഞ്ഞു. എല്ലാരും തടി വെച്ചു. ഞാൻ എന്താ വീട്ടിൽ നിന്ന് കൊണ്ടുപോയി കഴിയുമ്പോ ഏട്ടൻ വരുമ്പോഴേ കുറച്ച് തടി ഉണ്ടായിരുന്നു. ക്ഷീണിച്ചാൽ കഴിഞ്ഞാൽ കിട്ടി കഴിഞ്ഞപ്പോഴേക്കും അവൻ ആകെ ക്ഷീണിച്ചു വയ്യാതെ ഞാൻ പൊന്നു പോലെ നോക്കണം. പിന്നെ അതുപോലെ തന്നെ 50 എത്തിച്ചു തന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക് യു സോ മച്ച്. പിന്നെ അതുപോലെ തന്നെ തുടർന്ന് നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് വേണം. ഞങ്ങള് പുതിയ ഫോണൊക്കെ വാങ്ങിച്ചു. പിന്നെ അത് അട്ടകാസ കഥയാണ്, പിന്നെ പറഞ്ഞുതരാം. വ്ലോഗ് ഒന്നും ചെയ്യാൻ താല്പര്യമില്ല ഗൈസ്. ഫോൺ വാങ്ങിച്ച വ്ലോഗ് അങ്ങനെ എല്ലാവരും കോമഡി ചെയ്തത്. പുറത്തേക്ക് ഇറങ്ങി വ്ലോഗ് ചെയ്യണമെന്നൊക്കെ, പക്ഷെ ഇപ്പത്തെ ഒരു സിറ്റുവേഷനിൽ എനിക്ക് പുറത്തിറങ്ങാൻ ഒന്നും പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് ഗൈസ് ഇവന്റെ ഇവളൊക്കെ ഒന്ന് പ്രഗ്നൻസി കഴിയട്ടെ ഗൈസ്, നമുക്ക് ഒരു അടിപൊളി പാസ്സാക്കാം. അതെ അതെ, അതുവരെ നമ്മൾ വീട്ടിലിരുന്ന് ഓരോരോ കണ്ടന്റ് ഒക്കെ കണ്ടുപിടിച്ചിട്ട് ചെയ്യാൻ നോക്കാം. മാക്സിമം വീഡിയോ വായിക്കുന്നത് ഏട്ടന്റെ ഓഫീസിന്റെ വർക്ക് നടക്കുന്നുണ്ട്. ഏട്ടൻ ഫുൾ ടൈം ഞാൻ ഗൈസ് രാവിലെ 9 മണിക്ക് വരെ രാത്രി 8 മണിക്ക് 9 മണിക്കൊക്കെ വന്നിട്ട് വീഡിയോ ചെയ്യുന്ന സമയം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അടക്കം റീൽസ് ചെയ്യുന്ന എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരുമിച്ച് ചെയ്ത് എടുത്ത് വെച്ച റീൽസ് എടുത്തിട്ടാണ് ഓരോ ദിവസം ചെയ്യാം. നമ്മൾ മാക്സിമം ശ്രമിക്കാം പുതിയൊരു കണ്ടന്റ് ഒക്കെ ആയിട്ട് അടുത്തൊരു ദിവസം നമ്മള് നല്ലൊരു വീഡിയോ സെറ്റ് ആയിട്ട് വരും. ഇതിപ്പോ നമ്മള് ടൈം ഇല്ല, കണ്ടന്റും കിട്ടിയില്ല. ഒരു ദിവസം എന്തായാലും ഇന്ന് ഇവിടെ കണ്ടന്റ് ഉണ്ടാക്കി ഇന്ന് 4 ദിവസം ഇന്ന് രാവിലെ അറിഞ്ഞ സമയത്ത് എന്തായാലും ഒരു വീഡിയോ ചെയ്യാലോ പറഞ്ഞിട്ട് നമ്മള് പെട്ടെന്ന് നമ്മൾ ഈ ഫോട്ടോന്റെ വീഡിയോ എന്താണ് ചെയ്യാന്ന് പറഞ്ഞത്. ഇന്നലെ ഞങ്ങൾ അറിയാനാണ് ഗൈസ് നമ്മളെ കമ്മ്യൂണിറ്റി ടാബിലൊക്കെ ഇട്ടുണ്ടായിരുന്നു. ഇന്നലെ വൈകുന്നേരം പ്ലാൻ ചെയ്തത് വേഗം തട്ടിക്കൂട്ടിയിട്ടാണ് ഒരു സംഭവം നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചത്. ഗൈസ് ഞങ്ങൾ പിന്നെ കുറെ പുറത്തേക്ക് പോകുമ്പോൾ ഒരുപാട് തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ട്. താങ്ക്സ് നിങ്ങളുടെ പറയുന്നത്. ഓക്കെ, അപ്പോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അതിനു മുമ്പ് വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മളെ കുറച്ച് വീഡിയോസ് കാണിച്ചു തരാം. നമ്മുടെ ഇതിലെ ടിക്ടോക്ക് വീഡിയോസും, പക്ഷെ അത് നമുക്ക് സംസാരിക്കാനൊന്നുമില്ല ഗൈസ്. അപ്പൊ നിങ്ങൾ നേരെ വീഡിയോ കണ്ടിട്ട് വൈൻഡപ്പ് ചെയ്യാം. It's me, Akhil Ramachandran, and it's me, and Joseph, signing out.